ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരമടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നടുവിട്ട് പോയവര് ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലായിരുന്നോ? പാങ്ക്രിയാസ് പിളർന്നു പോയവരും വിട്ടുമാറിയവരും. അവരൊരു നിമിഷം കൊണ്ട് കർത്താവ് ആ വ്യക്തിയെ ആരാധനയിലാണ് സുഖപ്പെടുത്തിയത്. അതാണ് നിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും. ഈ ലോകത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു സ്ഥലമാണിത്. അമ്മ പ്രത്യക്ഷപ്പെട്ട മരീൻ അപ്പാരിഷൻസ് എല്ലാം ഒന്നെങ്കിൽ 30 മീറ്റർ അകലെ, അല്ലെങ്കിൽ 20 മീറ്റർ അകലെ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മീറ്റർ ആകാശത്തിലായിരിക്കും. ഇതങ്ങനെയല്ല. അൾത്താറയിൽ എനിക്ക് വേണേൽ അമ്മയെ തൊടാമായിരുന്നു. വെറും 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ലോകത്തിലെ കത്തോലിക്ക പുരോഹിതരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു അപൂർവ അൾത്താറയാണിത്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ. എന്താണ് ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ് സഭയുടെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ പഠിക്കാൻ വേണ്ടി, സഭ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയുടെ മർമ്മം. ഇപ്പോഴും നമ്മൾ കൈവെക്കാൻ പോകുന്നത് നടുവെല്ലിലാണ്. ചില ആൾക്കാർ പറയല്ലേ എൻ്റെ നടുവ് വളഞ്ഞതാണ്. ഇപ്പം ഇന്നൊരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, വളഞ്ഞ കാല് നേരെയായത് അല്ലേ? അസ്ഥികൾ നേരെയാക്കുന്ന കുറേ സാക്ഷ്യങ്ങളിവിടെ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അതിൻ്റെ റീസണല്ല എടുക്കേണ്ടത്. വൈദ്യശാസ്ത്രം ഒത്തിരി റീസൺ പറയും. അത് എല്ല് നേരെയാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ അൾത്താറയിൽ വൈദ്യശാസ്ത്രമല്ല നോക്കണത്, ഉടമ്പടിയുടെ മെരിറ്റാണ്. ഉടമ്പടിയുടെ മർമ്മം എന്താ? ഉടമ്പടിക്കൊരു ശാസ്ത്രമുണ്ട്. എന്താണത്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഡിക്റ്റം. നിൻ്റെ മെരിറ്റിലല്ല, നിൻ്റെ കഴിവിലല്ല, എൻ്റെ കൃപയിൽ. അതുകൊണ്ടാണ് 39 പ്രാവശ്യം IELTS തോറ്റവർ, 38 പ്രാവശ്യം IELTS തോറ്റവർ 30 ഉടമ്പടി എടുത്തതിന് ശേഷം ജയിക്കണത്. 38 പ്രാവശ്യം തോറ്റ ആൾ തന്നെയല്ലേ അത്. അയാൾക്ക് 39 പ്രാവശ്യം തോക്കണേ കുഴപ്പമില്ലല്ലോ. അയാൾക്ക് അതാണ് കപ്പാസിറ്റി. അപ്പം അയാളുടെ കപ്പാസിറ്റിയിലല്ല ഇത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ്, കഴിവിലാണ്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബൈബിളൊക്കെ ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യണത്? ബൈബിള് അതുപോലെ അങ്ങ് വിശ്വസിക്കും. ആ വാക്കിൽ എന്താ എഴുതിയിരിക്കണത് അതതുപോലെ വിശ്വസിക്കും. അവിടെ യുക്തിയൊന്നും കൊണ്ടുവരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹമയ. മുട്ട വിരിയണത് എങ്ങനെയാണ്? തള്ളക്കോയുടെ ചൂട് കൊണ്ടാണ്. വചനം വിരിയണത് എങ്ങനെയാണ്? ദൈവത്തോടെ സ്നേഹത്തിൻ്റെ ചൂട് കൊണ്ടാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആഴമായ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സങ്കടങ്ങളും സമർപ്പിക്കുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ ഇനി കൈവെക്കേണ്ടത് കിഡ്നി രോഗികളെ നടുവിന് കൈവെക്കണം.
രണ്ട് കൈ വെക്കണ്ട, ഒരു കൈ ഫ്രീ ആക്കണോ. വേറെ എവിടെയെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ വെക്കണം. നെഞ്ചുവേദനക്കാരുണ്ടോ, കരൾ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. നെഞ്ചുവേദനക്കാർ, ഹൃദയരോഗികൾ, കരൾ രോഗികളൊക്കെ നെഞ്ചിൻ്റെ പുട്ടിന് കൈവെക്കണം. എവിടെയാണോ അസ്ഥിവേദനയും കുറേ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. കൈ ഒരിക്കലും ഉയർത്താൻ പറ്റാതിരുന്നവരൊക്കെ കൈ ഉയർത്തി അവിടെ പേശിയും അസ്ഥികളും എല്ലാം യഥാസ്ഥാനത്തേക്ക് വന്നതിൻ്റെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അതെല്ലാം യൂട്യൂബിലുണ്ട്. ഇപ്പോൾ കൈ വെക്കുമ്പോൾ ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കണ കർത്താവ്, ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അമ്മേ മധ്യസ്ഥം വഹിക്കണമേ എന്നും പ്രാർത്ഥിക്കണം. എണ്ടികൾ, കണ്ണ്, മൂക്ക്, ചെവി എല്ലാം അവർ നെറ്റിയിലാണ് കൈവെക്കേണ്ടത്. കണ്ണിന് അസുഖമുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ചെവിക്ക് നീറിറങ്ങിയവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഡിസ്ചാർജ് ഉള്ളവർ, മൂക്കിനും മുഖത്തിനുമൊക്കെ വിഷമങ്ങളുള്ളവർ നെറ്റിയിലാണ് ഇപ്പോഴും കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഉടമ്പടി പ്രകാരം ഈശോയുടെ നാമത്തിലെ രോഗസ്ഥലങ്ങളിലെ ഞാൻ കൈവെക്കുന്ന മനോരോഗികള്, ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, അസ്ഥി രോഗികള്, പേശി രോഗികള്, ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവര് യേശുനാമത്തിലെ ഈ കൈകള് യേശുവിൻ്റെ കൈകളായി ഈ നിമിഷം മാറട്ടെ. യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളുടെ മേലും ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ. ദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. വ്യത്യസ്ത രാജ്യങ്ങളിൽ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് മോൻസി, ഇതെൻ്റെ വൈഫ് സൗമ്യ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇതെൻ്റെ പേരൻസ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് 2021 ഞങ്ങൾ ദുബായിലായിരുന്നു ആ സമയം. അന്നേരം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് കൃപാസനം ഇങ്ങനൊരു പള്ളിയുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പള്ളിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാം, ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നാലും ഞങ്ങൾക്കൊരു കാനഡ മൈഗ്രേഷൻ പ്ലാൻ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്തു. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നോ എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ഉണ്ടെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളത് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ കാനഡ മൈഗ്രേഷൻ നടന്നില്ല. ഞങ്ങൾ ആ വർഷം തന്നെ ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പയ്ക്ക് ഇതുപോലെ ഒരു അസുഖം വന്നു, ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചും ഇതുപോലെ ഉടമ്പടി കൃപാസനത്തിനെക്കുറിച്ച് അറിഞ്ഞതും. പപ്പയും മമ്മിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യമായി. അവർ വന്ന് ഇവിടെ വന്ന് ഓൾറെഡി സാക്ഷിയൊക്കെ പറഞ്ഞതാണ്. അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പം അങ്ങനെ പപ്പയ്ക്കൊരു അനുഗ്രഹം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കൃപാസനത്തിൽ വരികയും ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. അത് 2024 ഏപ്രിലാണ് ഞങ്ങൾ വന്നത്.
ഞങ്ങൾ ഇവിടെ വന്നപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്കാണ് വരുന്നത്. അപ്പം അന്നും ഞങ്ങളൊരു പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഹോളിഡേ കൃപാസനം കഴിഞ്ഞിട്ട് നമുക്ക് ഹൗസ് ബോട്ട് പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് വന്നത്. അപ്പം ഞങ്ങൾ കൃപാസനം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ഓൾറെഡി ഫുൾ പ്ലാൻ ആയിരുന്നു, ഹൗസ് ബോട്ട് പോവാം, ഫുൾ നൈറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. അന്നേരം തൊട്ട് എനിക്ക് പ്രശ്നങ്ങളാണ്. കാരണം കൃപാസനത്തിൽ വന്നു, അതെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ മെയിൻ അജണ്ട ഞാനിവിടെ ഒന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം, തിരിച്ച് ഒരു ഹോളിഡേ പോലെ വന്നിട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തത് അത് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. വൈകുന്നേരം വരെ ഞങ്ങൾ വേറെ മൊത്തത്തിൽ ഹൗസ് ബോട്ടിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ കുളവായി. അപ്പം അന്നേരം ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അത്രയ്ക്കുള്ള ചിന്ത എനിക്ക് വന്നില്ല മൈൻഡിൽ. അപ്പം ഞങ്ങളത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ പോയി. ആദ്യത്തെ ഉടമ്പടിയാണ്. എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് വലിയ ക്ലിയർ അല്ല. ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ 1-2 മാസം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. പതുക്കെ അത് കുറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പല അനുഭവങ്ങൾ വരാൻ തുടങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ഇങ്ങനെ പോയാൽ പോരല്ലോ, നമ്മൾ ഉടമ്പടിയിലാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്താണെന്ന് അറിയണമെന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്ന് സ്ട്രോങ് ആക്കി. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 2024 ബാംഗ്ലൂരിലൊരു ക്രിസ്മസ് കാരൽ കോമ്പറ്റീഷനുണ്ട്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു സൈൻ തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ 5:30 പ്രാർത്ഥന അങ്ങോട്ട് കഴിയുകയും ഞങ്ങളുടെ ക്യാൻഡിലിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഫോമായി. അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം അതുവരെ ഞങ്ങൾ കളിച്ച് ചിരിച്ച പ്രത്യക്ഷ പ്രാർത്ഥനയില്ല, മാതാവിൻ്റെ കൂടെ വളരെ ഈസി ആയിട്ട് എടുത്തു. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്താണ് നടക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടോ, ഒരു അടയാളം തരണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ മെഴുകുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം അത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്റ്റേജിൽ ഞങ്ങൾ ഉപ്പിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ, ഞങ്ങളുടെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടിയ 7 ആണ്. അപ്പം അതും ഞങ്ങൾക്കൊരു സൈനായിരുന്നു. ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് 7 നമ്പർ കിട്ടി. ഞങ്ങൾ കയറി, ഞങ്ങൾ പാടി, ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയെന്ന്. അപ്പം അതൊരു 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടുന്നത്. അപ്പം അത് വലിയൊരു അനുഗ്രഹം. അപ്പം ഞങ്ങൾ പാടി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത്, അതുവരെ ഒരു 6 ടീം പാടി, മൈക്കിന് പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറിയപ്പം തൊട്ട് സ്റ്റേജിന് മൊത്തത്തിലൊരു വെളിച്ചമാണ്, ഞങ്ങളുടെ മുഖത്തെല്ലാം പ്രകാശമാണ്. ഞങ്ങളുടെ മൈക്കുകൾക്കോ ഞങ്ങളുടെ സൗണ്ടിനോ ഒരു ഇഷ്യൂ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ അന്ന് ആത്മാർത്ഥമായിട്ട് പാടി, അനുഗ്രഹത്തോടെ പാടി, ഞങ്ങൾക്കന്ന് സെക്കൻഡ് കിട്ടി. അപ്പം അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഗ്രഹമാണ്, ഒരു സാക്ഷ്യമാണ് അത് ഞങ്ങളുടെ. അതേപോലെ എനിക്കെൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ബോസിൽ നിന്നായാലും എൻ്റെ കൊളീഗിൽ നിന്നായാലും വളരെ പ്രശ്നങ്ങളായിരുന്നു. ഒരു പ്രോപ്പർ സപ്പോർട്ടീവ് അല്ല, നമുക്ക് വളരുവാനൊരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മാതാവേ എങ്ങനെയെങ്കിലും ഒരു ചേഞ്ച്, ഒരു മാറ്റം. അവർക്ക് എന്തെങ്കിലും ഉപദ്രവം വരണമെന്നോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെന്നല്ല, എനിക്കെന്തെങ്കിലും ഒരു മാറ്റം, എനിക്കെന്തെങ്കിലും വേറെ നല്ലൊരു ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അത് ഞങ്ങളുടെ 2ാമത്തെ പുതുക്കലായിരുന്നു. ഞങ്ങളങ്ങനെ മെയ് 2025 മെയ്യിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ആ ഒരു വരവിൽ മെയ്യിൽ വന്ന സമയത്ത് ഞാൻ ആദ്യമേ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടെൻഷനായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ടെൻഷൻ. ഞാനും വൈഫും 2 കുഞ്ഞുങ്ങളും, താമസം ഇവിടെ 2 പെട്ടികളുണ്ട്. എങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരും, 2 ക്യാബ് ഓട്ടോ വിളിക്കണോ, എങ്ങനെയൊക്കെ ടെൻഷൻ. അപ്പം ഞാൻ എന്തോ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ അത്ര ഇത് തോന്നിയില്ല. അപ്പം ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ 2ാമതൊരു ടിക്കറ്റ് എടുത്തു, ഒരു ബസ്സിന്. അതെടുത്തു. ഞാൻ ടിക്കറ്റ് എല്ലാം കൺഫേം ചെയ്ത് ഞങ്ങൾ കയറി ഞാൻ ഇവിടെ രാവിലെ എത്താറാകുന്ന സമയത്തേക്ക് ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് കൃപാസനം ആ ഒരു ഏരിയയിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത്, മോനെ അത് ഞങ്ങൾ അതിൻ്റെ മുന്നേ കൂടെ തന്നെ പോകുന്നത്, ആ ഒരു റൂട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തതിൻ്റെ അന്ന് തുടങ്ങിയൊരു റൂട്ടാണ്. അതുവരെ ആ റൂട്ട്, ആ ബസ് ഇതുവരെ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം അതും ഞങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ 2ാമത്തെ പുതുക്കൽ. ആദ്യത്തെ ഉടമ്പടി ഞാൻ ഒരുപാട് ഉഴപ്പി, ഒരുപാട് ഇതെല്ലാം നടന്നു. പക്ഷേ 2ാമതും ഞങ്ങൾക്ക് ആ ഒരു വിളി വന്ന് മാതാവ് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം ഇതിൻ്റെ മുന്നിൽ, കൃപാസനത്തിൻ്റെ മുന്നിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി.
അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഇനി മുന്നോട്ടും അങ്ങോട്ടും ഞങ്ങൾ മാതാവിനോട് ചേർന്ന്, ഞങ്ങളുടെ ഉടമ്പടിയിൽ ചേർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ എനിക്ക് വേർട്ടിഗോ, എനിക്കൊരു ഇയർ ഇംബാലൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ 7 വർഷമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പം ഓഫീസിൽ വെച്ച് ഞാൻ നൈറ്റ് ഷിഫ്റ്റിലാണ്. അപ്പം ഉറക്കം തീരെ കുറവാണ്, ഫുഡ് കഴിക്കുന്നതും ഒരുപാട് അൺഈവൻ ടൈംസിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ എനിക്ക് വേർട്ടിഗോ വന്നു, ഇയർ ഇംബാലൻസ് വന്നു, ഓഫീസിൽ ജോലിക്കിടയ്ക്ക് പ്രശ്നം വന്നു, വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നം വന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എൻ്റെ ചെവിയിൽ എൻ്റെ വൈഫ് ഒഴിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് വേർട്ടിഗോ വന്നിട്ടില്ല. അതും ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ്. അടുത്തത് എൻ്റെ വൈഫ് പറയും അവർക്ക് ഷെയർ ചെയ്യാനുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ താഴെ എപ്പോഴും ഒരു തുടുപ്പുണ്ടായിരുന്നു. 2-3 മാസങ്ങളായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നാലും എന്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറയണം, എങ്ങനെ കാണിക്കണം എന്നുള്ള എനിക്കൊരു വ്യക്തതയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല, മാതാവ് മാത്രം അതെനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കണ്ണിൽ വെള്ളം നിറയുകയും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. 26 ജനുവരി ഞാൻ എണ്ണിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിത് പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ എണ്ണിച്ചിരുന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരിയിലോട്ട് നോക്കുകയും എൻ്റെ കണ്ണിൻ്റെ തുടിപ്പ് അതോടെ നിന്നു. പൂർണ്ണമായിട്ട് അതെനിക്ക് മാതാവ് മാറ്റി തന്നു. അതിൻ്റെ തലേ ദിവസമാണെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതെനിക്ക് കൂടിക്കൂടി വരുവാണല്ലോ, ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കണോ വേണ്ടായോ. എൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണ്, ചേച്ചിയുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോഴും ചേച്ചി പറഞ്ഞു അത് ചിലപ്പം സ്ട്രെസ്സായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം, നീ ഒന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും എന്ന്. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ കാണിക്കത്തില്ല, എനിക്ക് മാതാവ് തന്നെ ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും 26 5:30 പ്രാർത്ഥനയോടെ എനിക്കതിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മാതാവിന് നന്ദി, യേശുക്രിസ്തുവിന് നന്ദി. എൻ്റെ അതുപോലെ കൈക്കാണെങ്കിലും ടെന്നീസ് എൽബോ പെയിൻ ഉണ്ടായിരുന്നു. അത് പലരും പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് വേദനയും സാധനങ്ങളെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദിവസം തോറും മാതാവിൻ്റെ എണ്ണയും ഉപ്പും മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ തേക്കുമായിരുന്നു. ഇപ്പോൾ അതിനെനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയ്ക്കായിട്ട് ആ കയ്യിൽ എനിക്കിപ്പോൾ ഒരു വേദനയുണ്ട്. പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്നതിനോ സാധനം വെയിറ്റ് എടുക്കുന്നതിനോ ഒന്നിനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവകൃപയാലും മാതാവിൻ്റെ കൃപയാലും അത് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് എൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ആണെങ്കിലും എടുക്കുകയും അവൻ്റെ കൂടെ ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ പേര് സിസിലി മത്തായി, ഇതെൻ്റെ ഹസ്ബൻഡ് മത്തായി എടുക്കള. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ നേരത്തെ 4/10/2023 ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് പൂർണ്ണ സൗഖ്യം കിട്ടി. അത് ഞങ്ങളിവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു, മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് പിന്നത്തെ പുതുക്കലിൽ ഞാൻ വെച്ചിരുന്നു. മോൻ്റെ ജോലിയിലെ ടെൻഷനും അവന് സ്ട്രെസ്സായിരുന്നു ഭയങ്കര. എന്നും വന്നിട്ട് മോനങ്ങ് വിഷമമാണ്, ഉറക്കമില്ല, അതുപോലെ തലമുടി വട്ടമായിട്ട് കൊഴിഞ്ഞു പോകുമായിരുന്നു അവന്. അപ്പോൾ ഞങ്ങൾ ഈ നമ്മുടെ വിശുദ്ധ തൈലവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ തേച്ച് കൊടുക്കുമായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറിക്കിട്ടി. ആ ജോലിക്ക് തന്നെ മോന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അത് മോൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മോൻ അന്ന് വരാഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത്. മോൻ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തലേ ദിവസമേ വന്നു. ഞങ്ങൾ റാലിക്ക് പങ്കെടുത്തു, വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുത്തു. അത്രയും നടക്കാൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ മാതാവ് ഞങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ ഞങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ തിരികെ ബാംഗ്ലൂരിലെത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് നിലത്ത് കുത്താൻ വയ്യ. കാലിൻ്റെ വെള്ളയ്ക്ക് നോക്കുമ്പോൾ ചെരുപ്പിട്ട് പൊട്ടിയതുപോലെ വെടിച്ച് കീറിയിട്ട് അതിനകം മുഴുവൻ പഴുപ്പായിട്ടിരിക്കുന്നു. ഉപ്പൂറ്റിക്കും നല്ല പഴുപ്പ്, നടക്കാൻ വയ്യാത്ത അവസ്ഥ. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഷുഗർ നോക്കിയപ്പോൾ ഹൈ 360 നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക്കാണ്, മരുന്നെടുക്കണമെന്ന് പറഞ്ഞിട്ട്
ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മരുന്നെടുക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വിശുദ്ധ തൈലം തേക്കുകയും ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട്, നമ്മുടെ ഉപ്പ് ചൂടുവെള്ളത്തിനകത്തിട്ടിട്ട് ഞാൻ കാല് വെച്ച് 2 ദിവസം കൊണ്ട് എൻ്റെ ആ കാലിലെ പഴുപ്പ് എവിടെ പോയെന്നറിയില്ല, അത്രയ്ക്ക് നല്ലതായിട്ട് ഉണങ്ങി. പിന്നീട് ആ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിട്ടില്ല. ഇന്നും ഷുഗർ എനിക്ക് നോർമലായിട്ട് തന്നെ പോകുന്നു. അതും എൻ്റെ ഈ വിശുദ്ധ തൈലങ്ങളും ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ്. എൻ്റെ മാതാവ് എനിക്കത് മാറ്റി തന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ കയ്യിൽ ഇവിടെ ഇങ്ങനെ ചെറി പോലെ റെഡ് കളറിൽ പിങ്ക് കളറിൽ ഒരു വലിപ്പത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് തന്നെ കുരുമുളക് പോലെ സെയിം കളറിൽ അതിനോട് ചേർന്ന് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ അതുകൊണ്ടായിരുന്നു. അന്നും ഞാനിതുപോലെ നമ്മുടെ തൈലവും ഉപ്പും ചേർത്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും ഉപ്പും ചേർത്തിട്ട് ഞാൻ പുരട്ടി കൊടുത്തു. അത് ഒരു 2 ആഴ്ച കൊണ്ട് അത് മാറി. അത് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു. അതുപോലെ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതും ഇതുപോലെ തൈലവും ഉപ്പും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതും ഇപ്പോൾ പൂർണ്ണമായി മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് മലയാളം, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ് ഇത് 10 കെട്ട് പത്രം വീതം വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മളവിടെ സെൻറ്റ് മേരീസ് ചർച്ചിലും എല്ലാം മിക്കവാറും ചർച്ചുകളിലും പിന്നെ അറിയാവുന്ന ആൾക്കാർക്കും ഞങ്ങളുടെ പള്ളിയിലുള്ളവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എങ്കിലും ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. വെറുതെ കൊടുക്കുകയല്ല, ഞങ്ങൾ വീട്ടിലത് കൊണ്ടുവച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ദൈവമേ ഇത് വാങ്ങിക്കുന്ന ആരോ അവർക്ക് ഇതിൻ്റേതായ അനുഗ്രഹം കിട്ടണമേ, അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അതുകൊണ്ട് പോകുന്നത്. ഞങ്ങളതുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് അവർക്ക് അന്നേരം കൊടുക്കുകയും ചെയ്യും. ചിലരൊക്കെ സന്തോഷത്തോടെ വാങ്ങിക്കും, ചിലർ വേണ്ട എന്നുള്ള മട്ടിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതുപോലെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ശരി, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യമുള്ളവർക്കൊക്കെ അവരെ കാണുമ്പോൾ അറിയാമല്ലോ, അവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടാണ് പോകുന്നത്, തേനും കൊണ്ടുപോകാറുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് ഞങ്ങൾ ഈ ഉപ്പും കൊടുത്ത് തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുക. അവിടെ കുറേ ഓൾഡ് ഏജ് ഹോമുകളുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അത് പിന്നെ മദർ തെരേസയുടെ ഒരു മിഷണറി ഉണ്ട്, അവിടെ ഒരു 120 പേരുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്നത്. അവിടെ ചെന്നു ഇതുപോലെ രോഗികളെ എല്ലാം കാണുകയും അവിടുത്തെ സിസ്റ്റേഴ്സാണ് അത് നടത്തുന്നത്. സിസ്റ്ററിൻ്റെ കയ്യിൽ ഓരോ കുപ്പി ഉപ്പ് കൊടുത്തിട്ട് സിസ്റ്ററിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രാർത്ഥിച്ച് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്ററെ, എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാമല്ലോ ഫുഡ്. അങ്ങനെ കൊടുത്ത് ആ സിസ്റ്ററിനും വളരെ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ. അതുപോലെ അവിടെയുള്ള എല്ലാ ഹാൻഡിക്യാപ്ഡ് ആൾക്കാരുണ്ട്, ഡിസേബിൾഡ് പേഷ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ളവരുടെ എല്ലാം കുറേ ഇതുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ മാസം തോറും പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ കച്ചട എടുക്കാൻ വരുന്ന ഒരു വണ്ടിയുണ്ട്, അതിലൊരു 6 പേരുണ്ട്. എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ കൈകൊണ്ട് ഒക്കുന്നത്രേ ഒരു 6 പേരാണ്, അവർക്കുണ്ട് ഒരു നേരത്തെ ഫുഡ് ഞാൻ ബോക്സിലാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ അങ്ങേയറ്റം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ ഒരു നേഴ്സറി കുഞ്ഞുങ്ങൾ വന്നതുപോലെയാണ് ഞങ്ങളിവിടെ വന്നത്, ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഡിഗ്രി ആണോ PhD ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഞങ്ങൾ മെൻ്റലി ആത്മീയമായിട്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണേലും പ്രാർത്ഥനയിലെല്ലാം രാവിലെയും വൈകിട്ടും ആത്മാർത്ഥമായി സഹകരിക്കാറുണ്ട്. അവരും കുഞ്ഞുമക്കൾ പോലും നമ്മളോട് കൂടെ സഹകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അന്ത്യം വരെയും നിത്യതയോളം ദൈവത്തോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു 2 കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ
ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ആദ്യമേ ഞങ്ങൾ പത്രം കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ ബാംഗ്ലൂരിലെ സെൻറ്റ് മേരീസ് ചേർച്ചിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പം ആദ്യത്തെ തവണയാണ് എങ്ങനെ പത്രം കൊണ്ട് കൊടുക്കും, എങ്ങനെ തുടങ്ങും, ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഒരുപാട് മടി, ടെൻഷൻ, ഒരു നേരത്തെ പറഞ്ഞൊരു ഈഗോ, അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങാം. ആദ്യമേ ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരു ആൻറ്റി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആൻറ്റിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്നാണ്. അപ്പം ആൻറ്റി ഇങ്ങോട്ട് ചോദിച്ചു, ഞാനും ഉടമ്പടിയിലുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പത്രം കൊടുത്താൽ മാത്രം പോരാ, ഒരുപാട് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം, സഹായിക്കുന്നതിൻ്റെ എല്ലാം എല്ലാവരെയും സഹായിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് പത്രം കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കൊരു ഉപദേശം, ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. പോകുന്ന സമയത്ത് ഞങ്ങൾ പേര് ചോദിച്ചപ്പം ഞങ്ങളോട് പറഞ്ഞത് മേരി എന്നാണ്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ പറയുമ്പോഴും ഞങ്ങൾക്ക് ആ ഒരു ഗൂസ് ബംസ് വരുന്നുണ്ട്. അതായത് മാതാവ് ഞങ്ങളടുത്ത് നേരിട്ട് വന്ന് ഞങ്ങളോട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ നടന്നാൽ പോരാ, ഉടമ്പടിയിലാണ്, ഇത് പത്രം കൊടുക്കുന്ന മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യണം, അങ്ങനത്തെ അത്. അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ ജോലിയിലെ പ്രഷറിൻ്റെ കാര്യം, അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ, മാതാവേ എനിക്ക് ഒരു നല്ലൊരു മാറ്റം തരണമേ എന്ന്. അപ്പം പ്രാർത്ഥിച്ച് ഇതായപ്പം എൻ്റെ ബോസ് വന്നിട്ട് 15 വർഷമായിരുന്നു ആ കമ്പനിയിൽ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ 7 വർഷമായി. അവർക്കൊന്നും ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ഞാൻ ആ കമ്പനിയിൽ 2 വർഷം ആയിട്ടുള്ളൂ. പക്ഷേ എന്താ നടന്നതെന്ന് വെച്ചാൽ ആ ഒരു 2-3 മാസത്തിനുള്ളിൽ കമ്പനിയിൽ കുറേ ചേഞ്ചസ് വരികയും അവർ രണ്ടുപേരെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു. എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ബോസ് വളരെ സപ്പോർട്ടീവുമാണ്, വളരെ ഹെൽപ്ഫുള്ളുമാണ്, നമുക്ക് വളരുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഞങ്ങളുടെ സാക്ഷ്യങ്ങളാണ്. മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാണ്. ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി. താങ്ക് യു. കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരികിൽ കുരിശ് വന്നിട്ടുണ്ട്, മാതാവിൻ്റെ രൂപമുണ്ട്. ഈ കഴിഞ്ഞ 23-ാം തീയതി അല്ലേ 18-ാം തീയതി രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് നമ്പർ 7 എന്ന് കാണിച്ചിരുന്നു. അതുപോലെ പ്രാവിൻ്റെ രൂപം, റോസപ്പൂവ്, മിക്ക ദിവസങ്ങളിലും ഇതുപോലെയുള്ള അടയാളങ്ങളാണ്. ഞാൻ ഇനിയും എൻ്റെ ഹസ്ബൻഡിന് 1 മിനിറ്റ് കൊടുക്കാം. എൻ്റെ പേര് മത്തായി എടുക്കുക. ഞങ്ങളിങ്ങനെ ഈ പേപ്പർ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ ശിവാജി നഗറിൽ ഇങ്ങനെ നിന്നപ്പോൾ വെയിലാണ്. ഞങ്ങൾ പത്രം കൊടുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചു. എന്നൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പം ഞങ്ങൾ ജ്യൂസിന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇതേണ്ട ഈ അമ്മ ഒരു ഐസ്ക്രീം ചോദിക്കുന്നു അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവരുടെ ഐസ്ക്രീം ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു നോക്കെന്ന് പറഞ്ഞു. പക്ഷേ അവർ കിട്ടിയതൊരു കാലി ഐസ്ക്രീം ഇല്ലാത്തൊരു പേപ്പറായിരുന്നു, ഒരു പാത്രമായിരുന്നു. അത് കൊടുത്തു. അമ്മ തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, എന്നാൽ അമ്മ അതില്ല, അപ്പം ഞാൻ വേറെ ചോക്ലേറ്റ് മതിയെന്ന് ചോദിച്ചു. ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ഇനി അമ്മയ്ക്കൊരു ജ്യൂസ് കൂടെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കാൻ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അത് നമ്മുടെ പരിശുദ്ധം നല്ല സുന്ദരിയായ ഒരമ്മ, ഇതുപോലെ സൗന്ദര്യമുള്ളൊരമ്മ ഞാൻ കണ്ടിട്ടില്ല. വെയിലുകൊണ്ട് ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞത് അത് വളരെ സന്തോഷവും ഞങ്ങൾ ഇന്നും അത് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നേരിട്ട് കാണിച്ചതാണെന്നുള്ളത്. അതുകൊണ്ട് തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും യേശു തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഞങ്ങൾ നിർത്തുന്നു.